ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൊറോക്കോയിലാണ്. മൊറോക്കോയിൽ തന്നെ ചെറിയൊരു ടൗണിലാണുള്ളത്, ഒസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിൽ. അപ്പോൾ ഞാൻ ഇന്നലെ പനിയൊക്കെ ആയിരുന്നു, ഇന്നിപ്പോൾ കുറവുണ്ട്, ഫുള്ളായിട്ട് മാറിയിട്ടില്ല, ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ റൂം എടുത്ത് താമസിച്ചു. റൂമെല്ലാം ഞാൻ ചെക്കൗട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണേ. എൻ്റെ മൗറിറ്റാനിയ വിസേൻ്റെ ഒരു അപ്ഡേറ്റും ഇല്ല, എന്താവും അറിയില്ല. എനിക്ക് ഫസ്റ്റ് റീചാർജ് ചെയ്യണം എൻ്റെ ഫോണ്, എന്നാലാണ് ഈ പറയുന്ന വീഡിയോ ഒക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാത്ത തന്നെ ഇവിടെ വന്നേ പിന്നെ ഇടാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ആയി. അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് ആ വീഡിയോ ഇടാനൊക്കെ പറ്റാണ്ടിരുന്നത്. ഞാനിതേ ആദ്യം ഇവിടെ മറോക്ക് എന്ന് പറഞ്ഞ ഇതുണ്ട്, അതിൻ്റെ ഓഫീസ് ഇവിടെ കാണുന്നുണ്ട്. അവിടെ പോയിട്ട് റീചാർജ് ചെയ്യാൻ നോട്ടെ. ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടെ. നമ്മളെ നാട്ടിലൊരു 150 രൂപയൊക്കെ വരുന്നുണ്ട് 1 GB. അത് ഓരോ ഇതിനനുസരിച്ചാണ്. നല്ല കവറേജ് ഉള്ളതിന് ആ റേറ്റ് വരുന്നുണ്ട്. ചിലതിൽ കുറച്ചുകൂടെ ചീപ്പാണ്, പക്ഷേ എന്താ പറയുക, അതിന് നെറ്റ്വർക്കും ഉണ്ടാവില്ല. ആദ്യം റീചാർജ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മാപ്പെല്ലാം നോക്കിയിട്ട് ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട്. റീചാർജ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇവിടെ നോക്ക്, ഫുള്ള് ഓറഞ്ചാ. ഇതൊന്നും ആരും എടുക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടാ, വെറുതെ വീണ് പോകുന്നതായിരിക്കും നിലത്ത്. ഇവിടുന്ന് ഒരു സിറ്റിക്ക് ഔട്ടറിലെത്തിയാലാണ് ലിഫ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ട്. 2 കിലോമീറ്റർ നടക്കുക. ബാഗിനെല്ലാം എന്താ വെയിറ്റ് എന്നറിയോ? ഈസി അല്ല. വയ്യാണ്ടിരിക്കുമ്പോൾ ബാഗായിട്ട് നടക്കുന്നതുകൊണ്ടാണ് കൂടുതലിത്. ഓൾറെഡി ഈ കയ്യിൽ ഞാൻ ഈ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. ഫുൾ വെള്ള വെയിറ്റാ, ഒരു 27 കിലോ ഉണ്ട് മൊത്തം. എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം ഞാൻ നടന്നത് ഈ ഒരു പുള്ളിക്കാരൻ്റെ വണ്ടിയിലാണ്. ഇതിൽ സ്ഥലമില്ല. താങ്ക് യു സോ മച്ച്. സ്ഥലമില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ബാഗ് വെച്ചിട്ട് ബാക്കിൽ ഫുള്ള് സാധനങ്ങളായിട്ടുള്ള വണ്ടിയാണ്. കണ്ടോ, ഇത്രയും വലിയ ബാഗ് ഞാൻ മടിയിലുള്ള എടുത്ത് വെച്ചേക്കാണ്. ഫുൾ ടൈറ്റായിട്ട് ജാക്കറ്റും എല്ലാം കൂടെ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ട് കേട്ടാ. ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ കാണുന്നതാണ് ഈ കാഴ്ച കേട്ടോ. 2 സൈഡിലും എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമാണ് കാണുന്നത്. വേറെ വീടുകളോ വില്ലേജസോ വേറെ ഒന്നും കാണുന്നില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ പച്ചപ്പ് മാത്രം. പിന്നെ ഇതിനിടയിലൊക്കെ എന്തൊക്കെയോ കൃഷിയുണ്ട്. പിന്നെ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും കൃഷിയാണോ എന്താണെന്നുള്ളത്. ഇപ്പൊ വിന്റർ സമയമാണ്. വിന്റർ സമയത്ത് തന്നെ നല്ല പച്ചപ്പാണ് കാണുന്നത്. ഞാൻ പോകുന്ന വഴി നോക്ക്, കാശ്മീറൊക്കെ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. വരുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെ തന്നെയാണ്, മൊത്തം പച്ചപ്പാണ്. എവിടെ നോക്കിയാലും ഗ്രീനറി ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കണ്ടോ എന്ത് രസാ. അങ്ങോട്ടൊക്കെ വെറും തരിശു ഭൂമിയാണ്. കണ്ടോ, ഫുൾ ഗ്രീനറി മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് ഒരു ചെറിയ റോഡാണ് കേട്ടോ. ചെറിയ റോഡിലൂടെയാണ് പോകുന്നത്. അപ്പുറത്തെ സൈഡൊക്കെ ഉള്ളിലേക്ക് വില്ലേജ് എല്ലാം കാണുന്നുണ്ട്. കണ്ടോ, അങ്ങ് ദൂരെ എല്ലാം വില്ലേജ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയോ ചെറിയ കൃഷികളൊക്കെയാണ് കാണുന്നത്. എന്തായാലും പോകുന്ന വഴി അടിപൊളിയാണ്. ഞാൻ മാപ്പിൽ നോക്കിയിട്ട് ഗ്രീനറി ഉള്ള വഴി ചൂസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കൂടുതൽ കൃഷിയിടങ്ങളും ഗ്രാമപ്രദേശത്തു കൂടെ ഒക്കെ പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പോകുന്ന ഓരോ വഴികളും സ്ഥലങ്ങളും ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ നോക്ക്, ഓരോ കൃഷിൻ്റെ എന്തോ വണ്ടിയെല്ലാം കാണുന്നുണ്ട്, ട്രാക്ടർ കാണുന്നുണ്ട്, അങ്ങനെ പലതും കാണുന്നുണ്ട്. ഇവിടെ ഒന്നും പ്ലെയിൻ ആയിട്ട് കിടക്കുക, കൃഷി പോലും ഇല്ല. വെറുതെ വീടുകളോ ഒന്നുമില്ല. ഇങ്ങനെ പച്ച പരവതാനി വിരിച്ച പോലെ കിടക്കുന്ന സ്ഥലമാണ്. മൊത്തത്തിൽ അങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ. നൈസ്. ഞാനേതോ സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുന്ന കേട്ടോ, അത് ഉറപ്പാ. അത്രക്ക് രസമാണ്. നോക്ക് എൻ്റെ അമ്മോ, റോഡ് കുറച്ച് മോശമാണ്, പക്ഷെ അടിപൊളി വഴി. കണ്ടാ, ഫുൾ ഗ്രീനറി മാത്രം. എവിടെ നോക്കിയാലും ഏത് 360 ആംഗിളിൽ എങ്ങോട്ട് നോക്കിയാലും ഈ ഒരു ഗ്രീനറി മാത്രം കാണുന്നത്. അത് ഇങ്ങനെ പട്ടുമെത്ത വിരിക്കൂലേ നമ്മൾ, അതുപോലെ ഇരിക്കുന്നു. കണ്ടാ അവിടെ എല്ലാം. വാവ്, എന്ത് രസാ. നോക്ക് അവിടെ നോക്ക്, എന്തോ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ കൃഷി ചെയ്തിട്ടുള്ള എന്തോ സാധനം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വല്ല നെല്ലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. റൊട്ടി ഉണ്ടാക്കാനൊക്കെ അവര് പല ധാന്യങ്ങളും ഉപയോഗിക്കുന്നില്ല, അതൊക്കെ ആയിരിക്കും അവര് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇവിടെ നോക്ക്, നല്ല ഫ്രഷ് ഓറഞ്ച് ഇട്ടാ. നല്ല ഇലയും പൊട്ടിച്ച് ആ മണ്ണ് തന്നെ ഉണ്ട് ഇതില്. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച്, ഭയങ്കര ടേസ്റ്റ്. ആളൊരു ഫുൾ ചാക്ക് മേടിച്ചേക്കാം. ഫുൾ ചാക്കിന് എത്ര എന്തോ.
അടിപൊളി കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ ബാഗ് ഫുള്ളാണ്, ക്യാരി ചെയ്യാൻ പോലും പറ്റുന്നില്ല. നൈസാണ്, ഭയങ്കര മധുരമാണ്. ഞാൻ ഇങ്ങനെ കഴിക്കുക. ഇതിൽ ഒരുപാട് നാരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര നാരെല്ലാം ആയിട്ടുള്ളത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫാം ഫ്രഷ് ഓർഗാനിക്, അടിപൊളി സാധനം. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ നീരിങ്ങനെ നല്ല സ്മെല്ലും. വാവ്, ഒരു അടിപൊളി മനുഷ്യരായിരുന്നു കേട്ടോ. എന്നെ ഇവിടെ പെട്രോൾ പമ്പിലാക്കി തന്നെയാണ്, ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഓക്കെ, ശുക്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു എന്നാണേ. എനിക്ക് ഓറഞ്ച് എല്ലാം എനിക്കൊരു ഫുള്ള് തരാൻ നിന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലമില്ലാന്ന്. എന്നിട്ടും ഒരു 6-7 എണ്ണം എൻ്റെ പോക്കറ്റിലും എൻ്റെ ബാഗിലൊക്കെ നിറച്ച്. എനിക്കിപ്പോൾ നടക്കാൻ പറ്റില്ല വെയിറ്റ് ആയിട്ട്. അത്രയും ഓറഞ്ച് ഇട്ടിട്ടാ. ഒരു 6 ഓറഞ്ച് ഉള്ളെങ്കിലും സീനാണ്, നല്ല വെയിറ്റാണ്. ഇനി ഇവിടുന്ന് എനിക്ക് പോകണം. മെക്നീസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇവിടെ റബാത്തിലേക്ക് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് പോകണം മെക്നീസ്. ഞങ്ങൾക്ക് കൊണ്ട് അപ്പുറത്തേക്ക് നിൽക്കേണ്ടി വരും ഞാനിന്ന്. ഇവിടെ ഉള്ളത് കൂടുതലും റബാത്തിലേക്ക് പോകുന്നവരാവാനാണ് ചാൻസ് കേട്ടോ. ഒരു ഓറഞ്ചിൻ്റെ സൈസ് നോക്ക്, ഒരു കയ്യിൽ എത്രയും കൊള്ളുന്നു അത്രയും ഉണ്ട് കേട്ടോ. അത്രയും വലുതാണ്. എല്ലാം കൂടെ വെയിറ്റാ, പിള്ളേർക്ക് കൊടുക്കാം. ഞാൻ എനിക്ക് കൊണ്ട് ഇതെല്ലാം ഇഷ്ടം പോലെയാണ് ഇവിടെ. ഇവിടെ ആർക്കും വേണ്ടാന്ന് തോന്നുന്നുട്ടാ, അത്ര അധികമാണ്. വണ്ടികൾ വരുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങോട്ടാ? അതെല്ലാം റബാത്തിലേക്ക് പോകുന്നയാ. കൂടുതൽ റബാത്തിലേക്കായിരിക്കും വണ്ടി ഉണ്ടാവുക. ഞാൻ അപ്പുറത്തേക്ക് നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. എനിക്കിത് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അതൊരു 85 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ആള് വേറെ ഡയറക്ഷൻ, ഞാൻ വേറെ ഡയറക്ഷനാണ്. കുറച്ച് ഇപ്പോൾ ഡൈവേർട്ട് ചെയ്ത് ആളപ്പുറത്തേക്ക് പോകും, ഞാനിപ്പുറത്തേക്ക് പോകും. ആൾക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി ഓറഞ്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് വെയിറ്റ് താങ്ങി നടക്കാൻ പറ്റുന്നില്ല, ഞാൻ വീണ് പോകും. ഇവിടെ എല്ലാം മൊത്തം ഓറഞ്ചിന്റെ കൃഷിയാണ് കേട്ടോ. ഈ കാണുന്നത് ഫ്രഷ് ആയിട്ട് ഓറഞ്ചിന്റെ കൃഷി കാണാം. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കണ്ട സൈഡിലെല്ലാം എവിടെ നോക്കിയാലും ഓറഞ്ച്, മൊത്തത്തിലൊരു ഓറഞ്ച് മയമാണ്. ഓറഞ്ചും പിന്നെ ഗ്രീനറി, അതാണ് ഇവിടെ കാണുന്നത്. ഇതിങ്ങനെ ഓർഡറിലാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. എന്തോ കൃഷിയാണെന്ന് തോന്നുന്നുണ്ട്, മനസ്സിലാവുന്നില്ല. അവരിങ്ങനെ കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ ചീകി വെച്ച പോലെ തോന്നുന്നത് കണ്ട. കിളിപ്പച്ച, ഡാർക്ക് പച്ച, അങ്ങനെ മലനിരകളെല്ലാം ആയിട്ട് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് പോകുന്ന വഴിക്ക് കാണുന്ന ഓരോ ഗ്രാമങ്ങളാണ്. മീൻസ് ഒരു വില്ലേജ് എത്തുമ്പോൾ ആ വില്ലേജ് എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെ ഹൈറ്റിൽ മൗണ്ടെയിനിലായിരിക്കും ഉണ്ടാവുക. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇത്രയും ഭംഗിയും ഇത്രയും ക്ലീൻ ആയിരിക്കും മൊറോക്കോ എന്നുള്ളത് കേട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് വേറൊരു വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചു. എനിക്ക് പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് കിട്ടി, കാരണം അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ എൻ്റെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ പാസ്പോർട്ടെല്ലാം ക്ലിയർ ആണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അവിടുന്ന് ലിഫ്റ്റ് അടിച്ചുകൊണ്ട് തന്നെ വീണ്ടും അടുത്ത വണ്ടിയിൽ പെട്ടെന്നല്ല ലിഫ്റ്റ് കിട്ടിയിട്ടോ. ഞാനിത് അവിടെ വാഷ്റൂമിലെല്ലാം പോകാൻ വേണ്ടി പോവാണ്. മെക്കനീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ ലിഫ്റ്റ് അടിച്ചിട്ടുള്ള ഒരു ഫാമിലിയാണ് ആ ഫാമിലി പോകുന്നത്. അപ്പോൾ മെക്കനീസ് എത്താനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 25 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഏകദേശം ഒരു 55 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വീണ്ടും ഞാൻ ജേണി കണ്ടിന്യൂ ചെയ്യാണ്. എന്താ ചെയ്യാന്നറിയില്ല. വിസേൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു അപ്ഡേറ്റും ഇല്ല. അത് ആലോചിക്കുമ്പോഴേ ടെൻഷനാണ്. എന്തായാലും ജാനുവരി 4 ഞാൻ എൻട്രി ഡേറ്റ് കൊടുത്ത്. അതുവരെയും നമുക്ക് വിസയ്ക്ക് ഒരു അപ്ഡേറ്റും ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ആക്കണം, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എന്തായാലും നോക്കട്ടെ.
വാഷ്റൂമിൽ പോയതിനു ശേഷം ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഹലോ ഹലോ. ഇവര് അറബി മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലാണ് സംസാരിക്കുന്നത്. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പൊ അവര് കുറെ സംസാരിച്ചിട്ട് എന്നെ വീട്ടിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്തു. ശുക്രാൻ. ഓൺലി അറബിക് വൺ വേർഡ്, മർഹബ ശുക്രാൻ. ഐ നോ, ഓൺലി 2 words, മർഹബ ശുക്രാൻ. ഇത് രണ്ടുമാണ് എനിക്ക് ആകെ അറിയുള്ളൂ കേട്ടോ. അവരെന്തോ അവിടുത്തെ സ്പെഷ്യൽ ടീ എന്തോ ആക്കുന്നുണ്ട്. ചായ് ചായ് അച്ചായ്. ഈ അറബി ആണെങ്കിൽ പോലും ഓരോ നാട്ടിലെയും ഓരോ പോലത്തെ അറബി എന്താ പറയാ ഡിഫറെന്റ് ആണ് കേട്ടോ. ഈജിപ്തിലെ ഡിഫറെന്റ് ആണ്, ഇവിടുത്തെ ഡിഫറെന്റ് ആണ്. ആ ഒഴിക്കുന്ന നോക്ക്, നല്ല ഹൈറ്റിൽ ഒഴിക്കുന്നത്. ഇവിടെ നോക്ക് എന്തോ ഫുഡിലെല്ലാം കബാബ്, ബീഫിൻ്റെ എല്ലാം കബാബും ബ്രെഡും എല്ലാം കേട്ടോ. എന്നോട് ചോദിച്ച് ബീഫെല്ലാം കഴിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം കഴിക്കും, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അവരെന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. താങ്ക് യു, ശുക്രാൻ. അങ്ങനെ ഞാൻ ഇന്ന് അവരുടെ വീട്ടിലെല്ലാം പോയിട്ട് താമസിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഇതുവരെ വന്നേ പിന്നെ ലോക്കൽ ആൾക്കാരെ വീട്ടിലൊന്നും താമസിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അവരുടെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് അവരുടെ ഹോസ്പിറ്റാലിറ്റിയും കൾച്ചറൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് നല്ല മനുഷ്യരാണ്. പോകുന്ന വഴിയെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാനിത് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ബ്രെഡെല്ലാം നല്ല കട്ടിയാണ്. ബ്രെഡ് വീറ്റ് വെച്ചാൽ ഉണ്ടാക്കിയേക്കെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ജസ്റ്റ് ടേബിളിൽ ടിഷ്യൂ വെച്ചിട്ട് അങ്ങനെയാണ് ഇതാക്കുന്നത്. ബ്രെഡും ഉള്ളിയും പിന്നെ ഈ ഒരു ഇതും. അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ഫുഡിൻ്റെ കാര്യം ഒന്നും പറയല്ല. എല്ലാവരും പറയും തുർക്കിയിലെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ എനിക്ക് തുർക്കിനേക്കാളും ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ മൊറോക്കോയിലെ കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു. ഇവിടുത്തെ കഴിച്ച ഒരു ഫുഡ് പോലും എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നില്ല. എല്ലാം വെരി വെരി ടേസ്റ്റി. ഞാനിത് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലാണ് മൊത്തം സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നൈസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്ക്, ഇത് എൻ്റെ ബാഗ് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചേക്കാണ് കേട്ടോ. അവരുടെ വീടിൻ്റെ ഹാളാണ് ഈ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ. ശരിക്കും പറഞ്ഞാൽ നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ ഇത്രയും വലുതാണ് കേട്ടോ. കാരണം അവർ റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്തൊക്കെ കണ്ടോ 2 ടേബിളും. അവരുടെ ഹാള് എന്ന് പറയുന്നത് അത്ര വലുതായിരിക്കും. പിന്നെ ഇങ്ങനെ മാറ്റ് കണ്ടോ, ഈ മൊറോക്കോ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു നിലത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാറ്റെല്ലാം ഇട്ടുണ്ടാവും. ഇതെല്ലാം നോക്ക് നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തിളങ്ങുന്നു, മുത്തെല്ലാം പിടിപ്പിച്ച ഇതെല്ലാം കണ്ടോ. കറക്റ്റ് ആ ഒരു ബ്ലൂ എല്ലാം ആയിട്ട് നല്ല രസമുണ്ട് നോക്ക്. പിന്നെ ഇങ്ങനെ ഈ അറബ് കൺട്രീസിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഇതിലിങ്ങനെ എന്താ പറയുക ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് വെക്കൂലേ, അതുപോലത്തെ സംഭവം കേട്ടോ. ഇതിലിപ്പോൾ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് വീട്. മെക്നീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാറിൽ കയറിയിട്ട് ഇവരുടെ മമ്മീൻ്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു കേട്ടോ. കണ്ടാ ഇവിടുത്തെ വീടുകൾ കണ്ടാ ഇങ്ങനെ നമ്മളെ ഫ്ലാറ്റ് പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഇവരുടെ നൈബർഹുഡ്. ഓ ഇവിടെ എന്തോ കാണിച്ചു തരുന്നത്, എന്താ മനസ്സിലാവുന്നില്ല. ഓക്കെ, പിള്ളേരെല്ലാം അവിടെ കളിക്കുന്നുണ്ട്, അവിടെ എല്ലാം ഇരിക്കുന്നു. ഓക്കെ, അവർ ഡ്രസ്സെല്ലാം മാറ്റി വീട്ടിലെത്തിയിട്ട് എന്നിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാറിൽ പോകണം. ഞാൻ ചോദിച്ചു നടന്നിട്ടാണോ പോകണമെന്ന്. അപ്പം എന്നോട് പറഞ്ഞു നടന്നിട്ടല്ല, നമ്മൾ കാറിലാണ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോവാം, അമ്മയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ്. അത് പുള്ളിക്കാരുടെ അമ്മയാണോ പുള്ളിക്കാരൻ്റെ അമ്മയാണോ എന്നറിയില്ല. നല്ല സ്നേഹം. ആരൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായി, എനിക്ക് തോന്നുന്നു അവരെല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഭയങ്കര സ്നേഹം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ അവിടെ ആർമിയിൽ പരിചയപ്പെട്ട ഒരു പുള്ളിക്കാരൻ, അവരുടെ ഫാമിലിയൊക്കെ എനിക്ക് കവിളിലെല്ലാം കുറേ ഉമ്മെല്ലാം തന്ന് ഭയങ്കര സ്നേഹമായിരുന്നു. പുള്ളിക്കാരിയുടെ അമ്മയുടെ വീട്ടിൽ വന്നാണ് കേട്ടോ. ഇവിടെ നോക്ക്, ഇവിടെ അതേപോലെ തന്നെയാണ്. നീലയ്ക്ക് പകരം ഒരു പീക്കോക്ക് കളർ പോലത്തെ ഇങ്ങനെ കേട്ടാ അവരിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് 2 ടേബിളൊക്കെ ഇട്ടിട്ട്. ദേ പുള്ളിക്കാരൻ്റെ മോനും ഉണ്ട് ഇവിടെ. ദേ ഇവിടെ വേറെ ഹാളുണ്ട്, 2 ഹാളെല്ലാം ഉണ്ട് കേട്ടോ. കണ്ടാ ഇതും അതെ, കറക്റ്റ് ഇങ്ങനെ ഒരു സർക്കിള് പോലെയാണുള്ളത്. ഈ ഒരു കായ കണ്ട കഴിഞ്ഞ ദിവസമല്ല ഞാൻ അവിടെ കണ്ടത് മാർക്കറ്റിൽ. ആ കായല്ലേ ഇവിടുത്തെ പ്രധാനം തോന്നുന്നു, ഇവിടെ തന്നെ കാണുന്നുണ്ട്. അവർ പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യുമോ കുറച്ച് നേരം, ആരോ മരണപ്പെട്ട്, അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് വരാം, വെയിറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ അവരുടെ മമ്മ. ഓക്കെ, പാവം, ലൈറ്റ് ഇല്ല അല്ലേ? ആ ഓക്കെ. നെയിം ഫാത്തിമ. ഓ അരുണിമ.
ഓക്കെ. പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നല്ലോ. അയ്യോ, എന്തായിരുന്നു നെയിം? മറിയം. യെസ്, ഓർമ്മ വന്ന്. ഐ ഫോർ ഗെറ്റ്. അയ്യോ, വാശി അറിയില്ല. ഓക്കെ. തണുക്കണേന് പുതപ്പ് തന്നതാട്ടെ എനിക്ക്. എന്താ കിളീന്റെ സൗണ്ട് കേൾക്കുന്നത്? എവിടെ? അതാ അവിടെ ഇരിക്കുന്ന കേട്ടാ കിളി. അതിന്റെ സൗണ്ടാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നുണ്ട് ചുയിന്ന് കൊറേ നേരമായി കേൾക്കുന്നു. പുള്ളിക്കാരന്റെ മോൻ എവിടെ? സൺ ബറ. ഹലോ, ഷൈയാണോ? ബറ. ഓക്കെ. അപ്പൊ അവര് പോയിട്ട് വരും. ഓക്കെ, ഞാനപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടാ. പല സൗണ്ട് ഉണ്ടാക്കുന്നുട്ടാ കിളി. ഓക്കെ. യാ, ഓക്കെ, നോ പ്രോബ്ലം. അവര് ഫ്യൂണറലിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ടേബിൾ മൊത്തം ഇവരെന്താ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഹായ്. പോയിട്ട് തിരിച്ചു വന്ന് ഇത് ആളുടെ സിസ്റ്റർ ആണ് കേട്ടോ. ഹായ്. ഇത് മൊത്തം ഞാൻ ചോദിച്ചു ഇത് ഡിന്നർ ആണോന്ന്. അപ്പൊ പറയാ ഇത് ഡിന്നർ അല്ല, ഇത് ഈവനിങ്ങുള്ള സ്നാക്കാണ്. എന്തോ ഒരു സാധനം സ്വീറ്റ് ആണ്. ഓക്കെ, നമ്മളെ നാട്ടിലെ പൊറോട്ട പോലെ ഇരിക്കുന്ന സാധനം കേട്ടോ. പിന്നെ അതിന് ചീസ്, വേറെ എന്തോ സാധനം ഞാൻ ട്രാൻസ്ലേറ്റ് ചോദിച്ചു നോക്കണം കേട്ടാ. പിന്നെ ഇതെന്താ ഒലീവിന്റെ എന്തോ ആണെന്ന് തോന്നുന്നത്. അത് നെയ്യോ, ജാമ്, പാല് എന്ന് കോഫി ആക്കിയിട്ട് കഴിക്കാണ്. ഈവനിങ്ങിലെ ചായ മാത്രമാണ് കേട്ടോ ഇത്. ഇത്രയും എൻ്റെ അമ്മോ ഇവരുടെ സ്നേഹം. ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലെല്ലാം സംസാരിച്ചിട്ട് കിട്ടി. വാൾനട്ട്, പിന്നെ കോക്കോ പൗഡർ, പിന്നെ കുറെ നട്ട്സ്, ആൽമണ്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള സാധനം. അവരുടെ അടുത്ത് കഴിക്ക് എന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് നല്ല ആൾക്കാർ എൻ്റെ അമ്മ. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കോഫിയൊന്നും ഞാൻ കുടിക്കാറേ ഇല്ല. ഇവരിങ്ങനെ നിർബന്ധിച്ചപ്പോ ഞാൻ കുടിക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. എനിക്കറിയില്ല ഷുഗർ. ഓക്കെ, യാ 1 ലൈറ്റ് കോഫി കുടിക്കാം. ഇച്ചിരി ഉള്ളു, അപ്പൊ ഞാൻ ഇച്ചിരി കുടിക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇത് വൈകുന്നേരത്തെ സ്നാക്ക് മാത്രമാണ്. പിന്നെ എന്താ ഇനി ഡിന്നർ പറയുണ്ടോ? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇത് ഒലീവ് ഓയിലാണ് കേട്ടോ. ഇവർക്ക് ഒലീവ് മെയിൻ ആണ്. ഇത് സ്ട്രോബെറിന്റെ ജാമ്, പിന്നെ അത് അറിയാലോ എന്തൊക്കെയോ എന്തിനോ നട്ട്, ചീസ്, ഇങ്ങനത്തെ എല്ലാം ഉള്ളത്. ഓൾ മൊറോക്കൻസ് ഈറ്റ് അലോട്ടെന്ന് ഞാനിത് ഇവരടുത്ത് പറയാണ്. ഇപ്പൊ കഴിക്കുന്ന പോലെ ഞാൻ കഴിച്ചു കഴിഞ്ഞാല് ഞാന് തടി വെക്കും പറയുന്നത്. നല്ല പോലെ തടി വെക്കുന്നു. അപ്പൊ ഒരു ഇവിടെ എല്ലാരും തടിച്ചിട്ട് തന്നെ ആണ്. ഇത് ശരിക്കും നമ്മളെ പൊറോട്ട തന്നെ കേട്ടോ. ഉണ്ടോ? ആ കാണാനും പൊറോട്ട പോലെ തന്നെ, കഴിക്കാനും പൊറോട്ട പോലെ തന്നെ. ഞാൻ പറഞ്ഞ ഇതേപോലത്തെ സെയിം പൊറോട്ട നമ്മളെ നാട്ടിലുണ്ട്. അത് പക്ഷെ നമ്മള് പൊറോട്ട ബീഫിന്റെയും ചിക്കന്റെയും കൂടെ കഴിക്കാന്നൊക്കെ പറയും. ഇവര് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡും ഒരു സ്നാക്കായിട്ട് ബ്രെഡായിട്ടാ കഴിക്കുന്നത്. കുറെ നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു. കുറെ ഫുഡെല്ലാം കഴിച്ച് വയറെല്ലാം പൊട്ടാനായിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ എങ്ങോട്ടോ അവരെന്നെ കാണിക്കാൻ കൊണ്ടുപോകുന്നതാണ്. എങ്ങോട്ടോ എനിക്കറിയില്ല. എന്നോട് ഫ്രണ്ടിലെല്ലാം കയറിയിട്ട് ഇരിക്കാൻ പറയുന്നത് കേട്ടാ. ഈ പുള്ളിക്കാരിക്ക് 22 വയസ്സും ഈ പുള്ളിക്കാരിക്ക് 30 വയസ്സൊക്കെയാണ്. ചെറിയ പ്രായമാണ് എല്ലാവരും. എന്നോട് ഫ്രണ്ടിലേക്ക് ഇരുന്നോളാനാ പറഞ്ഞത്. എങ്ങോട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. പകുതി ആക്ഷനിലാണ് സംസാരിക്കുന്നത്. എപ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സംസാരിച്ച് മതിയായി. പഠിക്കണം, എന്തായാലും പറയാ, അറബി പഠിക്കണം. ആക്സെന്റ് ഉണ്ട്, അത് കേൾക്കാൻ നല്ല രസമാണ്. ഉള്ളിൽ അങ്ങനെ ഒരു ഉള്ളിൽ നിന്നൊരു സാധനം വരിക. ഈ മെക്നസ് എന്ന് പറയുന്ന അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ. ആ ടൗണിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ഭാഗത്ത് കൂടെ കുറേ ഉണ്ട് കേട്ടോ. വരുന്ന വഴിക്കെല്ലാം കണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്. അവർക്ക് ബ്ലൂ ആയിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എല്ലാം അവിടെ ഒരു ബ്ലൂ കാണാം. ഇവിടുത്തെ ഏതോ ഒരു സ്ഥലം എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ് കേട്ടോ. അവരുടെ ഫാമിലിയിലെ ഒരാൾ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വിരുന്നിന് വന്നാൽ എങ്ങനെ കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ തരുന്നതും എന്നെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതല്ല കേട്ടോ. എനിക്ക്
ചില സമയത്തൊക്കെ സന്തോഷം കൊണ്ട് കണ്ണ് നിറയാന്ന് പറയില്ലേ, അതാണ്. ഞാൻ ഓരോ വിസേൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമിച്ച് ചെറുതായി ഡൗണൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇവരെൻ്റെ ലൈഫിൽ വന്നതും ഞാൻ അവരുടെ വണ്ടിയിൽ കൈ കാണിച്ച് നിർത്തിയത്. അത് ആ പോലീസുകാർ ഉള്ളപ്പോൾ അവിടെ നിന്നാണ് ഇവർ എനിക്ക് തന്നത്, പോലീസുകാരുടെ മുന്നിൽ നിന്നെല്ലാം. ഇപ്പോൾ കണ്ടോ ഇവിടുത്തെ ഒരു സ്ഥലത്തേക്ക് വന്നേക്കാം കേട്ടോ. ജസ്റ്റ് നടുവിലൊരു വെള്ളമുണ്ട്, എനിക്കൊന്നും ആർട്ടിഫിഷ്യലായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളൊരു പാർക്കല്ലാണ് ഈ കാണുന്നത്. കണ്ട അവിടെ വെള്ളമുണ്ട്, ചുറ്റും വെള്ളവും. അങ്ങനെ ഉള്ളിലേക്ക് എൻട്രി ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് അങ്ങനെ ഒരു പ്ലേസ്. ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണ് കണ്ടോ, ലൈറ്റൊക്കെ ആക്കിയിട്ട്. എനിക്ക് തോന്നുന്നു വീക്കെൻഡിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അങ്ങനെയുള്ളൊരു പാർക്കൊക്കെ പോലെ ജസ്റ്റ് ഇരിക്കാനും ആ ഒരു എന്താ പറയുക, നമ്മുടെ യു എയിലൊക്കെ ഉള്ള പോലെ കോർണിഷ് അങ്ങനത്തെ പോലത്തെ ഒരു ഏരിയ ആണ്. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഈ വഴിയിലൊന്നും അധികം ആൾക്കാരൊന്നും കാണുന്നില്ല കേട്ടോ. ചെറുതായിട്ട് മഴയെല്ലാം പൊടിയുന്നുണ്ട്, നല്ല രസമുണ്ട്. കാരണം അവിടെ നിന്നൊരു റിഫ്ലക്ഷൻ വരുന്നുണ്ടോ, ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ് ഈ വെള്ളത്തിലിങ്ങനെ കാണുന്നത്. നമ്മളുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് വേർഷൻ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആ ലൈറ്റ് ഇങ്ങനെ അടിച്ചിട്ടുള്ള റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് കാണാനെല്ലാം നൈസാണ്. ഇവിടെ ഇതൊക്കെ കാണാനുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങോട്ടെല്ലാം കൊടുന്നിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ കൊടുന്ന് കാണിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതെന്തോ കുളമാണ് കേട്ടോ. അതേ അവിടെ ഉണ്ട് എന്തോ ചെടിയെല്ലാം കണ്ട, കളറ് വേറെ ബ്ലൂ കളറായിട്ട് കാണുന്നത്. ഞാനിപ്പോൾ നോക്കിയത് കണ്ട, അവിടെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു പകൽ സമയത്ത് ശരിക്കും പോലെ കാണാൻ പറ്റും, ഇപ്പം ഇരുട്ടായതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല. അതുപോലെ ഞാൻ അവിടുന്ന് ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ഈ ജാക്കറ്റ് ഞാനിങ്ങനെ തുറന്നിട്ടേക്കുമായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലെ ആ അമ്മമ്മ ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരിയുടെ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് ഇതെനിക്ക് സിപ്പിട്ടായിരുന്നു. അതായത് എന്നെ സ്വന്തം മോളെ പോലെ കാണുന്നത്, ഒരു വേറൊരാൾ പുറത്തുനിന്നുള്ള ഒരാളെ പോലെയല്ല കാണുന്നത്. അവർക്ക് ഓൾറെഡി ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ്, അതല്ലാണ്ട് തന്നെ അവരെന്നെ സ്നേഹിക്കുന്ന കണ്ടിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കില്ല, അതാണ് എനിക്ക് എന്ത് പറയുന്നറിയില്ല. അത്രക്കും സ്നേഹമാണ് അവർ കാണിക്കുന്നത്, അവരെനിക്ക് തരുന്നത്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ, സീരിയസ്ലി ഭയങ്കര ഹാപ്പിയാണ്. അവരെന്നെ വീട്ടിലൊരാളെ പോലെ തന്നെയാണ് കാണുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇത്രയും ദിവസം ലിഫ്റ്റ് അടിച്ചപ്പോൾ കുറേ പ്രാവശ്യം ലിഫ്റ്റ് അടിച്ചപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം. ഷാറൂഖ് ഖാൻ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഷാറൂഖ് ഖാനെ അറിയാത്ത ഒരാൾ പോലും ഇല്ല കേട്ടോ ഇവിടെ, എല്ലാവരും അതാ പറയുക. എന്നിട്ട് ഷാറൂഖ് ഖാൻ്റെ പഴയ പാട്ടുകളൊക്കെ ഇല്ലേ, അതെല്ലാം പ്ലേ ചെയ്യും. അത് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക അതൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ. ജസ്റ്റ് ഇപ്പം ഞാൻ പറയുന്നത്, കാരണം ഞാൻ എല്ലാ വണ്ടി കയറിയപ്പോഴും ഇന്ത്യയിൽ നിന്നാന്ന് പറയുമ്പോൾ ഷാറൂഖ് ഖാൻ്റെ പാട്ടെല്ലാം പഴയ പാട്ടുകൾ ഇട്ട് തരാറുണ്ട്. സൽമാൻ ഖാനെ അറിയാം. ഇവിടുത്തെ പ്രധാന ഫുഡാന്ന് തോന്നുന്നിട്ടാ ഇത്. ഒച്ച് കണ്ട, വലിയ ഒച്ചാണ് കേട്ടോ ഇത്. ഇന്നലെല്ലാം കണ്ടത് ചെറിയ ഒച്ചയായിരുന്നു, ഇത് വലുത്. ഇവിടെയും ചെറിയ ഒച്ചുണ്ട്, ഇവിടെ ചെറിയ ഒച്ചെല്ലാം ഉണ്ട്. അവര് പറയുന്നത് ഇതാണ് വൈകുന്നേരം ആവുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഇവര് കഴിക്കുന്നേട്ടാ. കണ്ട ഇവിടെ എല്ലാം ഓൾറെഡി അപ്പുറത്തെല്ലാം സ്റ്റാളുണ്ട്. പക്ഷെ നല്ല തണുപ്പില് ഇതെല്ലാം കഴിക്കാൻ നല്ലതായിരിക്കും. ഇവരെന്തൊക്കെയോ കുറെ സൂപ്പെല്ലാം ഉണ്ട്, അതെല്ലാം അടിപൊളി. ഇത് കടല, അത് നമ്മളെ നല്ലതാണ്, ഹെൽത്തിയാണ്, പ്രോട്ടീനാണ്, നല്ലതാണ്. കണ്ടോ ജസ്റ്റ് പൊങ്ങുന്നത് നമ്മളെ വെള്ളക്കടല. ഗുഡ് കണ്ടാ. അത് ഇത് ട്രൈ ആക്കണം. അത് ഏത് വലുത് കഴിക്കുമോ? വലുത് ഞാൻ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഞാൻ കഴിച്ചിട്ടുണ്ട് നാഗാലാൻഡില് മറ്റേ ഈ ഫെസ്റ്റിവലിന് പോയ സമയത്ത്, എന്തായാലും പറയാ ഹോൺബിൽ ഫെസ്റ്റിവലിന്. പക്ഷെ ഇപ്പോൾ എന്താ ട്രൈ, ചെറുത് പിന്നെയും കുഴപ്പമില്ല. സ്മോൾ യാ, ഇതില് സ്മോൾ ഉണ്ടാ. കുറച്ച് കഷ്ടാണ്. Just try. Good. Try. Yeah, just small. ഒരെണ്ണം മതി. Total one. അല്ലാ വലുതെടുക്കുന്നു. ചേടാ വലുതെല്ലാം എടുക്കുന്നു. കണ്ടാ അങ്ങനെ തിന്നാൻ എന്താ വെച്ചാ വെറൈറ്റി വെച്ചിട്ടാ, കളർഫുൾ ആയിട്ടുള്ള ഒച്ചാന്ന് ഓർക്കുമ്പോ തിന്നാൻ ബുദ്ധിമുട്ടുണ്ടാവും. വേറെ എന്തേലാന്ന് ഓർത്ത് തിന്നാ എന്തോ പറയുന്നു. വലുതാ എടുത്തിട്ടുള്ളത്, ചെറുതല്ല എടുത്തത്. ചെറുതല്ലായിരുന്നു നല്ലത്. ട്രാൻസ്ലേറ്റ്. ഇതിന്റെ വെള്ളവും കുടിക്കും തോന്നുന്നു കേട്ടാ. വെള്ളത്തിന് നല്ല സ്മെല്ലാണ്. ഇവരെന്തൊക്കെയോ ഫ്ലേവർ ഇട്ടിട്ടുണ്ട്.
ആ ചെളിവെള്ളം പോലെ ഇരിക്കും. കാണുമ്പോ എന്തോ വിയേർഡായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ സ്മെല്ല് അടിപൊളിയാ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. എനിക്ക് അങ്ങനെയുള്ള രാജ്യത്ത് ട്രാവൽ ചെയ്യണം, അപ്പോഴേ ഒരു ഫീൽ ഉള്ളൂ. യൂറോപ്പിലെല്ലാം പോയി ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളൊരു വിലയില്ല. ഇവിടെ നല്ല വിലയാ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഈ ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അതെ ഷാറുഖ് ഖാന്റെ ഫുൾ ഫാൻസാ. ഇവിടെ അതേപോലെ തന്നെ. എന്താ ഓ ചായ പോലെ ആ സാധനം കുടിക്കാൻ തന്നിട്ട് ചിരിക്കണ അവര്. ശുക്രാൻ. എന്റെ മോനെ ഞാനിത് എങ്ങനെ കഴിക്കും എനിക്ക് അറിയൂലേ. എനിക്ക് വീഡിയോ എടുക്കുമ്പോ തന്നെ എനിക്കിത് വലുതാട്ടോ, ചെറുതുപോലെയല്ല. അതിന്റെ ഉള്ളിൽ നിന്നെന്തോ ഒച്ചടാ, ഒച്ച ഒറിജിനൽ ഒച്ച. ഇവർക്ക് എവിടുന്ന് ഇതിന് മാത്രം ഒച്ചിനെല്ലാം ഒച്ചിനെയാണ് ഇഷ്ടം തോന്നുന്നത് കേട്ടാ. ഒച്ചെല്ലാം കഴിക്കാൻ എക്സൈറ്റ് അല്ല. ഇവര് ഒച്ച കഴിക്കുന്നില്ലേ? ഒച്ച കഴിക്കുന്നില്ല. നോക്ക് ഒച്ചിന്റെ വെള്ളം കേട്ടോ, കോഫി പോലെ തന്നേക്കുന്നത്. എന്തായാലും കഴിച്ചോക്കാം, സീനൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പൊ ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോ ഞാൻ മൊത്തത്തിൽ തന്നെ കഴിച്ചോട്ടെ. എന്തായാലും 1-2 കഴിച്ച് എന്റെ കിളി പോകുന്നുണ്ട്. ഇതിന്റെ ഫുൾ സാധനം എന്താ, ഒച്ചിനൊന്നും നമ്മളെ നാട്ടില് കഴിക്കുകയില്ലല്ലോ. ഫുൾ സാധനം ഞാൻ എന്താ കഴിക്കാൻ പോന്ന്. കഴിക്കുമ്പോ രസാണേ. വെള്ളെല്ലാം കുടിക്കാൻ സൂപ്പറാ. ഒച്ചിന്റെ വെള്ളം എന്തൊക്കെ കിട്ടുന്നു, മരമൊക്കെ കിട്ടുന്നുണ്ട്. കാണിച്ചരാ. നല്ല തണുപ്പില് നല്ല ചൂട് ഒച്ച് ഇങ്ങനെ. ഇതിന്റെ ഇറച്ചി കഴിക്കും. ഇതിലിങ്ങനെ വെള്ളം വരും. കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ വിചാരിച്ചത്ര കുഴപ്പമൊന്നുമില്ല. കണ്ടോ നമ്മൾ ഇന്ത്യയിൽ കഴിക്കാത്തോണ്ട് നമുക്ക് വിയേഡായി തോന്നും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഹെർബൽ ടേസ്റ്റി സൂപ്പ്. ഇത് കൊള്ളാം. എനിക്ക് മതിയായി. ഞാൻ കുറെ എല്ലാം കഴിച്ച്, ഇത്രയും ഞാൻ കഴിച്ചിട്ടാ. അപ്പതാ മതി എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിനെല്ലാം വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത്. ഫ്രണ്ടിനെല്ലാം വോട്ട് ചെയ്യാൻ വന്നിട്ട് അവന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ അവരിതാ സിമ്പിളായിട്ടുണ്ടോ ഫുള്ള് തീർത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് അതിങ്ങനെ വലിച്ചെടുക്കും. നമ്മളെ ചൈനയിലും അവരും ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, മൊറോക്കോയിലും ഒച്ച് മെയിനാണ്. പക്ഷെ ഇത്രയും ഒച്ച അവർക്ക് എവിടുന്നാ കിട്ടുന്നത് ഇത്ര അധികം? ഇത് ഒച്ചല്ല കേട്ടോ, ഞണ്ട് ഞൗണിയാ അങ്ങനെ എന്താ പറയല്ലേ, ഒച്ച തന്നെയാണ്. കാരണം ഒച്ചിന്റെ കൊമ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം. എന്താ കണ്ടാ, ഇത് പണ്ടെല്ലാം നമ്മുടെ നാട്ടിൽ കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞാണ് ഞണ്ട് ഞൗഞ്ഞി. എന്നാൽ ഇത്ര അധികം എവിടുന്ന് കിട്ടുന്നു കണ്ട. അവരത് എൻജോയ് ചെയ്ത് കഴിക്കുന്നു. ആദ്യം അവര് ഇങ്ങനെ ഫോർക്കെല്ലാം വെച്ച് കഴിച്ചു നോക്കിയിട്ട്. കൊമ്പെല്ലാം നോക്ക്, കൊമ്പെല്ലാം കാണാം ഇങ്ങനെ. അവരുടെ ഫേവറേറ്റ് ഫുഡായിട്ട് കഴിക്കണം. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ഈ കഴിച്ച് ശീലമില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ ഇത്രയും കഴിച്ചു. ഇത്രയും ഫുഡൊന്നും ഞാൻ ട്രൈ ആക്കാൻ വേണ്ടി കഴിച്ച് ഇത്രയും കഴിക്കാറില്ല. ഇത് ഒരുപാട് കഴിച്ചു. ഇത് ഇന്നത്തെ ഫൈനൽ ഫുഡാണ് കേട്ടോ, ഡിന്നറാണ്. ഇതാ ഡിന്നറിന് ഇതാ എന്താ പറയാ, എന്താ നെയിം ഹജി മർക്ക. ഓക്കെ, മർക്ക എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കനാണോ ചോദിച്ചോ അല്ലാന്ന്. ചിക്കന് ഒലീസ്, പൊട്ടാറ്റോ ഒലീസ് ഒക്കെ ഇട്ടിട്ട് ഒരു സാധനം. ബ്രെഡ് കണ്ടോ, ഇതെല്ലാം അവര് തരുന്നു. അടിപൊളിയാണ് കേട്ടോ. കുറേ ഫുഡ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിച്ച് ഇവരിങ്ങനെ ടിഷ്യൂ വെക്കും, എന്നിട്ട് അതിലിങ്ങനെ കഴിക്കാം. ഇതെല്ലാം കൂടെ ഞാൻ കഴിച്ചിട്ട് എനിക്ക് വയറിൽ സ്ഥലം പോലും ഇല്ല. ആ ഒച്ചല്ല എൻ്റെ വയറിലുള്ളത്. ഇവിടെ നോക്ക്, നമ്മളെല്ലാരും കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കാം. നമ്മളെ ഇന്ത്യയിലെല്ലാം സെപ്പറേറ്റ് പ്ലേറ്റിൽ നിന്നാണ് കഴിക്കാന്നൊക്കെ ഞാൻ ഇവരോട് പറയാം. ഇവിടെ ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു പ്ലേറ്റ് കഴിക്കണ്ടോ, എല്ലാരും കൂടെ ഒരു പ്ലേറ്റിന് കഴിക്കും. ഒരു യൂണിറ്റി ഫീൽ ചെയ്യാം. അപ്പോൾ ആ ഒരു സ്നേഹവും അവര് കഴിക്കുമ്പോ എല്ലാം കഴിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നേ. അത്ര സ്നേഹത്തില്
ഇവിടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഫ്രൂട്ട്സ് കഴിക്ക് എന്ന് പറയാം. എൻ്റെ വയറിൽ സ്ഥലം വേണ്ടേ? സ്ഥലം ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. വയറും മനസ്സും അത്രക്ക് നിറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ വയറെല്ലാം പൊട്ടാനായിട്ടുണ്ട്. അത്ര അധികം ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത്ര അധികം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടാ. ഇത് മറ്റേ അനിയത്തിയാണ്, ചെറിയ അനിയത്തി. അവിടെ ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടാ. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇത് അമ്മേൻ്റെ വീടാണ്. ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം അമ്മമ്മ എൻ്റെ അടുത്ത് ബായ് പറയട്ടെ. എവിടെ അമ്മമ്മ? മമ്മ ഓക്കെ ബൈ ബൈ ബൈ. കൊറേ ഉമ്മ തരൂട്ടോ ഇവരങ്ങോട്ട്. ബായ് ബൈ. അപ്പൊ അവരെല്ലാം ഇവിടെ നിക്കുന്നു. എന്റെ അടുത്ത് പറയാ 3 ദിവസം ഇവിടെ നിക്ക്, ഇവിടുന്ന് പോണ്ടാന്ന്. 3 ദിവസമല്ല ഇവിടെ നിക്കാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ അല്ല എനിക്ക് പോണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ ഡ്രസ്സ് വാഷാക്കാനുണ്ട്. അപ്പൊ അവിടെ വാഷിംഗ് മെഷീൻ കണ്ടിട്ടുണ്ട്, അത് യൂസ് ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു യൂസ് ചെയ്തോന്ന്. അപ്പൊ അത് ഡ്രസ്സ് ആദ്യം വാഷ് ചെയ്യണം. അതാണ് കുറെ ദിവസമായിട്ട് ഡ്രസ്സൊന്നും വാഷ് ചെയ്തിട്ടില്ല. അത് നാളെ ഉണങ്ങി കിട്ടൂലെന്ന് തോന്നുന്നു. മേ ബി ഒരു ദിവസം കൂടെ ഞാനിവിടെ സ്റ്റേ ചെയ്യും. അവരെൻ്റെ അടുത്ത് പറയുന്നത് പോവേ വേണ്ട, മിനിമം ഒരു 3 ദിവസം താമസിക്കുന്നത്. അവരത് അത്രയും സ്നേഹത്തോടെ ഉള്ളുന്നാണ് കേട്ടോ പറയുന്നത്. അതെനിക്ക് അത്രയും ഫീൽ ചെയ്യുന്നുണ്ടായി. നല്ല തണുപ്പാണ് അവിടെ. തിരിച്ചിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റൂമാണ്, പക്ഷെ റൂം അവർ ഹാളാക്കി. കാരണം ഇവിടെ ഒരു മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി സംസാരിക്കുന്നതാണ്. അപ്പോൾ ഒരു ബെഡ്റൂമുണ്ട് അവരവിടെ കിടക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഹാളെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ബെഡ്റൂമാണ്, പക്ഷെ അവരിത് ഹാളാക്കി. കാരണം അവിടെ മെയിൻ ഹാൾ വലുത് കണ്ടല്ലേ. അപ്പോൾ ഈ ഹാളിൽ തന്നെ അവരിതാ പുതക്കാനെല്ലാം പുതപ്പെല്ലാം സെറ്റാക്കി തന്നിന്. നല്ല തണുപ്പല്ലേ. അപ്പോൾ അതാ 1 2 3 വലിയ കമ്പിളിപ്പതുപ്പും പില്ലോയും പിന്നെ വേറെന്തോ സാധനവും ഒക്കെ ഇട്ട് തന്ന് സെറ്റാക്കിയിട്ടാണ് കേട്ടോ അവർ പോയിട്ടുള്ള. വാതിലടക്കാൻ പറ്റൂല, ഇതിൻ്റെ സാധനം പുറത്ത് കിടക്കുക, പിന്നെ അടക്കാൻ പറ്റൂല. പിന്നെ മാറ്റ് ഓൾറെഡി ഇവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ. മാറ്റ് എല്ലാവരും ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. നോക്ക്, ഈ ഒരു സാധനം മെയിനായിട്ട് ഇവിടെ കാണുന്ന കേട്ടോ. പിന്നെ ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. ഇന്ന് എന്തായാലും ഒരു അടിപൊളി ഡേ ആയിരുന്നു. ഫുൾ ഹാപ്പി, നല്ല മനുഷ്യർ, ഗുഡ് പീപ്പിൾ, ഗുഡ് ഫുഡ്, എവറിത്തിങ് എല്ലാം അടിപൊളിയായിരുന്നു. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് ഡേ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിരിക്കും, അപ്പോൾ മറക്കാണ്ട് കണ്ടേക്ക്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.